പ്രതിപക്ഷ നേതാവ് ശ്രീ ബാലഗോപാൽ അദ്ദേഹം വളരെ നിർദോഷമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ഡോക്ടറെ പാമ്പ് കടിച്ചു, പിന്നെ ഒരു രോഗി കട്ടിൽ വീണു. ഇതൊക്കെ പതിവാണ്, ഇതുപോലെയാണ് മുമ്പ് ഉണ്ടായത്, ഒരു കത്തിരെ മറന്നു വെച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വളരെ നിർദോഷകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. സാർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത്, അവിടെ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീനാക്കി വയ്ക്കുക എന്നുള്ള എൻ്റെ ഒരു തുടക്കം പദ്ധതി ഉണ്ടായിരുന്നു. ആ തുടക്കം പദ്ധതിയിൽ ആ മെഡിക്കൽ കോളേജിലെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ചപ്പോൾ ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ PG വിദ്യാർത്ഥിനി വന്ന് കാറിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ മേത്ത് ചവിട്ടി. പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാർ. അല്ലാതെ അങ്ങ് ഉദ്ദേശിച്ച പോലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വെച്ച് ഒരു ഡോക്ടറെ പാമ്പ് കൊത്തിയിട്ടില്ല. അങ്ങേക്ക് തന്നെ അറിയാം. അങ്ങനെ വല്ല ന്യൂസും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ അത് വലിയൊരു വാർത്തയാക്കുമല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞൊരു വിഷയം, ഈ ഒരു രോഗി കട്ടിൽ നിന്ന് വീണ് മരണപ്പെട്ടു. അത് ഈ പരാതി കിട്ടിയ ഉടനെ ഒരു ചാനൽ വാർത്ത വന്ന ഉടനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ 62 വയസ്സുള്ളൊരു പേഷ്യൻ്റ് വിൽഫ്രഡ് എന്നാണ് വ്യക്തി. അദ്ദേഹത്തിന് വിൽസൺസ് എന്നൊരു ഡിസീസ് രോഗം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് കരളിനെയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കുന്ന രോഗമാണ്. മാത്രമല്ല അതിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, പെട്ടെന്ന് ഞെട്ടുന്ന രസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രത്യേകം ഒരു വാർഡിൽ ബെഡിൽ കിടത്തിയിരുന്നു. പക്ഷേ രാത്രി അദ്ദേഹം നിലത്ത് വീണ് മരണപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തെ കൂടെയുള്ള ബൈസ്റ്റാൻഡറാണ് ആദ്യം പരാതി പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയും ഇന്നലെ രാത്രിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ടിൽ തലയ്ക്ക് ക്ഷതമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ പരിക്കും ഒരു കാരണമാകാം. പക്ഷെ അദ്ദേഹത്തിനെ ബാധിച്ച രോഗം വളരെ ഗുരുതരമായിരുന്നു. എങ്കിലും ഇന്നലെ രാത്രിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. ഇന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടായൊരു സംഭവം, ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ സർജറി നടത്തിയ ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന വ്യക്തിയുടെ മുറിവിൽ നിന്ന് പുഴു വന്നു എന്നുള്ള പരാതി. അത് സാർ അതൊരു റിട്ടേൺ പരാതിയായിട്ട് മന്ത്രിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനോ കിട്ടിയില്ല. പക്ഷേ ഞാൻ രാത്രി അവിചാരിതമായിട്ടൊരു ചാനൽ തുറന്നപ്പോൾ ആ ചാനലിൽ ഇങ്ങനെ വാർത്ത വരുന്നു. ആ പേഷ്യൻറ്റിൻ്റെ മകൾ ചാനലിൽ പറയുകയാണ്, ഇങ്ങനെ പുഴു അരിച്ചു, നിലവിളിച്ചപ്പോൾ ഒരു നേഴ്സിനോട് പറഞ്ഞു, അവർ മൈൻഡ് ചെയ്തില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ മൈൻഡ് ചെയ്തില്ല. പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അതിനുശേഷമാണ് PS-നോട് ഞാൻ പറഞ്ഞ് അദ്ദേഹം ഈ വാർത്ത കേട്ടു, MLA കൂടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും അതനുസരിച്ച് അവിടെ ഒരു മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ, കാരണം പ്രിൻസിപ്പളിന് അന്ന് ട്രാൻസ്ഫറായി, വൈസ് പ്രിൻസിപ്പളിനെ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ അതിൻ്റെ ഒരു ഓർത്തോ മേധാവി ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൾ, ഓർത്തോ മേധാവി, സർജറി വിഭാഗം മേധാവി. ഈ 3 പേരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി സീനിയർ റെസിഡൻ്റായ ഡോക്ടർ അഭിജിത്തിനെ ഇന്നലെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് പുഴ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രിൻസിപ്പളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ഇതിൽ ഈ കാര്യം അതുപോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പറയാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സഭയാകുമ്പോൾ നിങ്ങൾക്ക് അത് ഉന്നയിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. മറ്റൊരു കംപ്ലൈൻറ്റ് കിട്ടി. ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയുടെ കണ്ണിലൊഴിക്കുന്ന മരുന്ന്
അത് കണ്ണാശുപത്രിയിൽ ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്ന്. ആ മരുന്നല്ല ആ കുട്ടിക്ക് നൽകിയത്. അതിൻ്റെ ഫലമാണ്